പക്ഷെ ഇന്നുണ്ടല്ലോ എന്നെ കയ്യിൽ കോരിയെടുത്ത ഈ ബെഡിൽ കൊണ്ടുവന്ന് കിടത്തിയത് മാഗി. എന്തിനാ മാഗി നീ ചിരിക്കുന്നേ? ദേവേട്ടൻ ഇങ്ങനെ ഈ ജാനകിയോട് ക്ലോസ് ആയാല് വൈദേഹിക്ക് എങ്ങനെ ഉണ്ടാവുന്നറിയോ? എന്റെ ശത്രു എന്റെ ഉള്ളിൽ തന്നെയുള്ള പോലെ തോന്നുവോ? നീ ഇങ്ങനെ കാട് കയറി ചിന്തിക്കൊന്നും വേണ്ട ജാനകി. എന്തായാലും നിന്റെ ദേവേട്ട സ്നേഹിക്കുന്നത് നിന്നെ തന്നെയല്ലേ. ദേവന് നീയാണ് വൈദേഹി എന്നറിയുന്നവരെ കുറച്ചൊക്കെ ഒന്ന് ക്ഷമിക്കേ. എങ്ങനെ ക്ഷമിക്കാനാ? താഴെ വെച്ച് അമ്മ എന്തൊക്കെ പറഞ്ഞെന്ന് കേട്ടാണല്ലോ. ജാനകിയും ദേവനെയും കല്യാണം കഴിപ്പിക്കാൻ പോവാന്നല്ലേ പറഞ്ഞേ? മാളവിക ഉണ്ടായിരുന്ന സമയത്ത് അവളായിരുന്നു. അവൾ ഇവിടുന്ന് പോയപ്പോ ദേ ജാനകി. നോ. ആ വൈദേഹി നീ തന്നെയാണല്ലോ ജാനകി. ദേവേട്ടൻ നിന്റെ ഭർത്താവല്ലേ? കല്യാണത്തിന് സമ്മതിച്ച എന്താ തെറ്റെന്നായിരിക്കും ചോദിക്കുന്നത്. ഈ ജാനകി വേണമെന്ന് ദേവേട്ടന് തോന്നിയാല് വൈദേഹി മറന്നു തുടങ്ങിയെന്നല്ലേ അർത്ഥം. അങ്ങനെ എങ്ങാനും ദേവേട്ടൻ ചെയ്ത ഇത്രയും നാളത്തെ എന്റെ എല്ലാ കഷ്ടപ്പാടുകളും വെള്ളത്തിലായതുപോലെയല്ലേ? നിന്റെ വിഷമമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ജാനകി. പക്ഷെ തൽക്കാലം നീ ഞാൻ പറയുന്ന കേക്ക്. എല്ലാ പ്രശ്നങ്ങളും ഒരു ദിവസം കലങ്ങി തെളിയും. ഇപ്പൊ ദൈവം പറയുന്ന പോലെ അനുസരിക്കും. ഓക്കെ അല്ലേ? ഞാൻ പോട്ടെ. മാഗി ഒരു മിനിറ്റ് അവിടെ ഇരുന്നേ. അന്ന് മാലയും ചോദിച്ചോണ്ട് എന്റെ അച്ഛമ്മ വന്നപ്പോ അത് കൊടുക്കണ്ട, എന്റെ അടുത്ത് തന്നെ വെച്ചേക്കാനല്ലേ പറഞ്ഞത്? എന്തിനായിരുന്നു അത്? അങ്ങനെ ചോദിച്ചാ അത് ഈ വീട്ടിലെ അനന്തരവളുടേതാണ് ജാനകി. ആ അനന്തരവള് നീയാണ് വൈദേഹി. എന്തൊരു ചോദ്യം ഇത്? അത് ഈ വീട്ടിലെ അനന്തരവളുടേതാണ്. നിന്റെ അടുത്തുണ്ടെങ്കിൽ നിനക്ക് അനന്തരവളാവാൻ പറ്റുമല്ലോ എന്ന് കരുതി പറഞ്ഞതാ. അത്രയല്ലേ ഉള്ളൂ? അത്രേ ഉള്ളൂ. ഞാൻ പോട്ടെ, പണിയുണ്ട്. ശരി. ആ മാല ഇവിടുത്തെ അനന്തരവളുടേതാണെങ്കി അച്ഛമ്മ എന്തിനാ പിന്നത് അച്ഛമ്മയുടെയാന്ന് പറയുന്നേ? ഞാൻ ഇവിടുത്തെ അനന്തരവളൊന്നും അല്ലായിരിക്കും. എന്നാലും അതെനിക്ക് ദേവേട്ട സ്നേഹത്തോടെ സമ്മാനിച്ചതാ. അപ്പൊ അത് എന്റെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കണം. ഇപ്പൊ തന്നെ പോയി അത് എടുത്തോണ്ട് വരട്ടെ. ദേവേട്ടൻ എങ്ങനും കണ്ട എവിടേക്കാന്ന് ചോദിച്ച് പ്രശ്നം ഉണ്ടാക്കും. കണ്ണിപ്പെടാതെ എവിടുന്ന് മുങ്ങിയാലേ കാര്യം നടക്കുള്ളൂ. ഈ മാല ജനഗ്രാമ ഓർമ്മയ്ക്ക് എവിടെന്നാ കിട്ടിയേ? ആദ്യം കാര്യം പറയേ. അത് വെറും ഒരു മാലയാണോ അത് വിലയുള്ളതാണോ? എന്താ നിങ്ങൾ ഈ പറയണേ? വെറും മാലയോ? ഇതിനെക്കുറിച്ച് ഞാനിപ്പോ എന്താ പറയേണ്ടത് രാമ? വളരെ പുരാതന കാലത്തെ മാലയായത്. ഏതോ രാജവംശത്തിന്റേതാ. ലക്ഷങ്ങളാണോ കോടികളാണോ വില പോകുക എന്ന് പറയാൻ പറ്റില്ല. എന്തായാലും നല്ല ഒരുപാട് വിലയുള്ള മാലയാണ്. രാമനെ വേണമെങ്കിൽ ഇത്
നല്ലൊരു കൊല്ലനെ കാണിച്ചാ എത്ര വിലയുണ്ടാകുന്ന ഒരു കൃത്യമായി പറയും. അത്രയ്ക്ക് കൃത്യമായിട്ട് അറിയണമെന്നൊന്നും എനിക്കില്ല. വിലയുള്ളന്നല്ലേ പറഞ്ഞേ, അതറിഞ്ഞാ മതി. ഞാൻ വീണ്ടും പറയുക രാമ, ഇതത്ര നിസ്സാര സാധനമൊന്നും അല്ല. താനിത് സൂക്ഷിച്ചു വെച്ചോളൂ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. അത് വെറും വരവുമാലയാ. പണ്ടെന്നോ ശ്രേയ മേടിച്ചതാ. അവളുടെ ഓർമ്മയായിട്ട് സൂക്ഷിച്ചു വെച്ചതായിരുന്നു. ഇത്ര വിലപിടിപ്പുള്ള മാല അമ്മയ്ക്ക് എവിടെ നിന്ന് കിട്ടി? അതാ എനിക്ക് മനസ്സിലാകാതെ. 3-4 ദിവസമായിട്ട് ഇത് കാണുന്നില്ലെന്ന് പറഞ്ഞ് എനിക്കൊരു സമാധാനം തന്നിട്ടില്ല. സുലേഖേ, എടിയ സുലേഖേ, എന്റെ മാല കാണുന്നില്ല. നീ അത് വല്ലോടത്തും കണ്ട? അയ്യോ, എന്റെ മാല. ഇത് എവിടെ നിന്ന് അമ്മയ്ക്ക് കിട്ടി? ഞാൻ പറഞ്ഞില്ലായിരുന്നോടാ, ശ്രേയ പണ്ടെങ്ങോ വാങ്ങിച്ചു വെച്ച മുത്തുമാലയാടാ അത്. മുത്തുമാലയാണ് ഇത്? സത്യം പറയാമേ, എനിക്കെന്താ അത്ര വിവരമില്ലേ? ലക്ഷങ്ങളോ കോടികളോ വിലയുള്ള മാലയാ. ആ, നിനക്കതെങ്ങനെ അറിയാം? ആദ്യം ഇത് അമ്മയ്ക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് പറയൂ. അതെവിടുന്നാന്ന് ഞാൻ പറയാച്ചാ. നീയാ? നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? അമ്മേ, അമ്മ മിണ്ടാതിരിക്കുക. എന്താ മോളെ, നിനക്ക് ഈ മാലയെ കുറിച്ച് വലുതും അറിയോ? അവക്കെങ്ങനെ അറിയാനാ? അത് എന്റെ സാധനമല്ലേടാ. കഴിഞ്ഞ വട്ടം നമ്മുടെ വീട്ടിൽ വന്നപ്പോ അവൾ എന്റെ കയ്യിൽ നിന്ന് മോട്ടിച്ചോണ്ട് പോയതാടാ. അമ്മയുടെ അടുത്തുനിന്നോ? ആ, അതിന് അമ്മയ്ക്ക് എവിടെ നിന്ന് ഇത്ര വിലപിടിപ്പുള്ള മാല കിട്ടിയേ? എന്റെ അച്ഛൻ ഏതായാലും ഇത്ര വിലപിടിപ്പുള്ളത് വാങ്ങിത്തരാനുള്ള അവസ്ഥയൊന്നുമില്ലായിരുന്നു. എനിക്ക് അതിനേക്കാൾ ഒട്ടുമില്ല. ഇനി പറയാമേ, എവിടെ നിന്ന് കിട്ടിയത്? എന്നാ അവളുടെ കയ്യിൽ എങ്ങനെയാടാ ഇത്രയും വില പിടിപ്പുള്ള സാധനം വന്നേ? എനിക്കത് കിട്ടിയത് ഞാൻ ദശരഥ രാമവർമ്മയുടെ അനന്തരവളായതുകൊണ്ട് അച്ഛമ്മേ. ഇതെന്റെ അമ്മാവൻ ഞാൻ കുഞ്ഞായിരിക്കുമ്പോ അമ്മാവിന്റെ അനന്തരവളുടെ കഴുത്തിൽ ഇട്ടുകൊടുത്തതാ. അതുകൊണ്ട് ആ അനന്തരവളിപ്പം ഞാനായതുകൊണ്ട് ഈ മാലയും എന്റേതാ. ഇതെങ്ങനെ അച്ഛമ്മയുടെ കയ്യിലെത്തിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അച്ഛാ. കൊട്ടാരം വീട്ടുകാരൻ അയാളുടെ അനന്തരവളുടെ കഴുത്തിൽ ഇട്ടുകൊടുത്തതാണോ? ഇത് ചെറുപ്പത്തില് വൈദേഹിയുടെ കഴുത്തേന്നാണല്ലോ എനിക്ക് കിട്ടിയത്. അപ്പൊ ആ വൈദേഹിയാണല്ലേ അയാളുടെ അനന്തരവള്? എന്താ ആലോചിക്കുന്നേ? എവിടെ നിന്നാന്ന് രാമേട്ടൻ ചോദിച്ചിട്ട് അമ്മ എന്താ വായും പൊട്ടി നിൽക്കുന്നേ? എന്റെ പൊന്നു തമ്പുരാനെ, ഇവക്കേതോ ലോട്ടറി അടിച്ച് കൊട്ടാരം വീട്ടിലെ മരുമോളായതാന്നല്ലേ ഞാൻ കരുതിയേ. അയാളുടെ അനന്തരവളാത്രേ. അമ്മേ, അമ്മയോടല്ലേ ചോദിച്ചത്? എന്ന് വെച്ചാ എന്താടാ നിന്റെ ഉദ്ദേശം? ഞാൻ മോട്ടിച്ചെന്നായിരിക്കും. അമ്മയ്ക്ക് ഉത്തരവൊന്നും പറയാനില്ലെങ്കിൽ അങ്ങനെ കരുതാൻ പറ്റൂ.
അച്ഛമ്മയുടെ കയ്യിൽ ഇത് എവിടെന്നാ കിട്ടിയെന്നൊന്ന് പറഞ്ഞൂടെ അച്ഛമ്മേ? ഈ മാലയുടെ കാര്യം വെച്ച് നോക്കുമ്പോ വൈദേഹിയല്ലേ അവിടുത്തെ അനന്തരവള്. പിന്നെന്തിനാ ഈ പിശാശ പേരും പറഞ്ഞുകൊണ്ട് നടക്കുന്നേ? അപ്പൊ ഇവളും മാളവിയെ പോലെ കള്ളിയല്ലേ? അമ്മേ, വാ തുറന്ന് പറയമ്മേ. ഞാൻ എന്തെന്നാ പറയണ്ടേ? ഇതാ കൊട്ടാരം വീട്ടിലെ അനന്തരവളുടേതാണെങ്കിലേ ഇവൾ അവിടുത്തെ അനന്തരവളാണെന്ന് നിശ്ചയണ്ട. അമ്മേ, അത് അമ്മ അറിയേണ്ട കാര്യമില്ല. മാലയുടെ കാര്യം പറഞ്ഞാ മതി. ഞാനെങ്ങാനും സത്യം പറഞ്ഞാലേ നീ ഇവളെ തല്ലി പുറത്താക്കുവേ. അതിന് ഇവളെ ജാനകിയോടുള്ള ദേഷ്യത്തിന്റെ പേരിൽ വൈദേഹിയെക്കുറിച്ചുള്ള സത്യം പറയണോ? എന്തായാലും മാല പോയി. എന്നാ വൈദേഹിയെക്കുറിച്ച് ആരും അങ്ങനെ അറിയണ്ട. കൊട്ടാരം വീട്ടിലെ അനന്തരവള് വൈദേഹിയാന്ന് ആരും അറിയണ്ട. അയ്യടാ, അവൾ അങ്ങനെ സുഖിക്കണ്ടെങ്കിലോ. അവൾ അനാഥയായിട്ട് അലഞ്ഞു നടക്കട്ടെ. അച്ഛമ്മ എന്താ പറയാൻ വന്നേ? സത്യം പറഞ്ഞ അച്ഛൻ എന്നെ പുറത്താക്കുന്നല്ലേ പറഞ്ഞേ? അതെന്താന്ന് പറ. ഒന്നുമില്ല. എന്തെങ്കിലും പറഞ്ഞപ്പോ രക്ഷപ്പെടാൻ നോക്കണ്ട. ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് മാത്രം പറഞ്ഞാ മതി. ഞാൻ സത്യം പറയാ. ശ്രേയ മരുമോളായിരുന്നപ്പോ ഇത് അവളുടെ അമ്മായിയമ്മ കൊടുത്തതാ. ഇഷ്ടായെന്ന് പറഞ്ഞപ്പോ അവളെ എനിക്കിങ്ങ് തന്നേ. അവള് വിവരമില്ലാതെ തന്നു കരുതി അമ്മ എടുത്തു വയ്ക്കുക. വർമ്മ എങ്ങാനും ഇതറിഞ്ഞ് എത്ര നാണക്കേടാണെന്നറിയോ? നീ ഇത് കൊണ്ടുവയ്ക്കോ മോളെ. അയ്യോ, ഇപ്പൊ കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. എനിക്കിഷ്ടായി. അതുകൊണ്ട് ഞാൻ ഒരു ഉമ്മ തന്നോട്ടാ. മാല തിരിച്ചു കിട്ടിയല്ലോ എന്നോർത്ത് സന്തോഷിക്കണ്ട. നിന്നെ ഞാൻ പിടിച്ചോളാം. അത് നിന്റെ അടുത്ത് എത്ര കാലം ഉണ്ടാവുമെന്ന് ഞാനും കാണുമല്ലോ. അമ്മേ, അമ്മ പറഞ്ഞൊന്നും മോള് കാര്യാക്കണ്ട. വൈദേഹി, 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 വൈദേഹി,
എന്തു പറ്റി ദേവട്ടാ? ദേവട്ട എന്തോന്നാ വിളിച്ചേ? അത് വിനയും കേട്ടില്ലേ? പിന്നെന്താ പുതുതായിട്ട് ചോദിക്കുന്നേ? ഒന്ന് മാറി നിൽക്കണം അവിടുന്ന്. വൈദേഹി, ദേവട്ടാ, ദേവട്ടാ, വൈദേഹി. വീണ്ടും എന്തിനിപ്പം വൈദേഹി പുരാണം തുടങ്ങി? അല്ല അമ്മേ, വൈദേഹി കണ്ടായിരുന്നോ? വൈദേഹി കണ്ടായിരുന്നോ? വൈദേഹി, ദേവാ, വൈദേഹി വൈദേഹി വിളിക്കുന്നേ? അതിന് വൈദേഹി ഇവിടെ ഇല്ലല്ലോ. മനസ്സിലുണ്ടാവും. ഊർമിളെ, നീ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? ജാനകി വൈദേഹിയാണെന്ന് എനിക്ക് മാത്രമല്ലേ അറിയൂ. ഇവർക്കാർക്കും അറിയില്ലെന്നുള്ള കാര്യം ഞാൻ അങ്ങ് വിട്ടും പോയി. നീ ഇങ്ങനെ വൈദേഹിയുടെ പേരും പറഞ്ഞു നടക്കുമ്പം എന്റെ മനസ്സിൽ തീയാടാ. അവനവന്റെ ഭാര്യയുടെ പേര് വിളിച്ചാ നിനക്കെന്തിനാ പൊള്ളുന്നേ? എന്താ അങ്ങനെ ചോദിച്ചേ? വീട്ടിൽ ആളോടൊപ്പം വിളിച്ച കുഴപ്പമില്ലെന്ന് കരുതാം. ഇല്ലാത്തൊരാളുടെ പേരും വിളിച്ചോണ്ട് നടന്ന പിന്നെ എന്താ കരുതാ അമ്മേ? അമ്മേ, അമ്മ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനേ അത് ജാനകിയെ തപ്പി നടക്കുമായിരുന്നു. പിന്നെന്തിനാ നീ വൈദേഹി എന്ന് വിളിച്ചത്? ഓ, അങ്ങനെയാണോ വിളിച്ചത്? അത് പിന്നെ എനിക്ക് ജാനകിയെ കാണുമ്പം ചിലപ്പോ എന്റെ വൈദേഹിയെ പോലെ തോന്നുന്നുണ്ടാ. അതുകൊണ്ടാ ഞാൻ അറിയാതെ വൈദേഹി എന്ന് വിളിച്ചു പോയത്. ജാനകിയെ കണ്ടിട്ട് വൈദേഹിയാന്ന് തോന്നിയതാണോ, അതോ ഇനി ജാനകിയിൽ നീ വൈദേഹിയെ കാണാൻ തുടങ്ങിയതാണോ? എന്ത് കുന്തിയിലോട്ടെ, നീ ഒന്ന് വായടയ്ക്കുന്നുണ്ടോ? ദേവാ, നിനക്കപ്പ ജാനകി ഇഷ്ടമാണെന്നാണോ? ആ, ഇഷ്ടം തന്നെ, അതിലൊരു സംശയമില്ല അമ്മേ. എന്നാ ജാനകിയെ ഞാൻ എന്റെ മരുമകളാക്കിക്കോട്ടെ. അല്ല, മരുമോള് തന്നെയാണല്ലോ, അതിൽ വല്ല സംശയമുണ്ടോ? എടാ, ജാനകി മരുമോളാണെങ്കി പിന്നെ വൈദേഹി ആരാണ്? അവളും മരുമോള് തന്നെയാണല്ലോ, അതിലും ഒരു സംശയം വേണ്ട. ഇങ്ങനെ കൺഫ്യൂസ് ചെയ്യല്ലേ ദേവാ. ഈ വീട്ടിലെ മരുമോള് ജാനകിയാണോ വൈദേഹിയാണോ? ആരെ വേണോന്ന് ഏട്ടത്തി തന്നെ അങ്ങ് തീരുമാനിച്ചാ മതിയല്ലോ. ഓ, അങ്ങനത്തെ തീരുമാനങ്ങളൊന്നും ഏട്ടത്തിമിക്കില്ലല്ലോ. ഞാൻ സീരിയസ് ആയിട്ടാ ചോദിച്ച ദേവാ. നീ സത്യം പറയടാ. എന്റെ അനന്തരവള മരുമകളാക്കണം എന്നുള്ള എന്റെ സ്വപ്നം നിറവേറൊന്ന് പറയടാ. ഉറപ്പായിട്ടും നിറവേറിയിരിക്കുമേ. അപ്പൊ വൈദേഹിയോടാ? എന്റെ ഇന്ദു, ഒത്തിരി ആലോചിച്ച് തല പുണ്ണാക്കണ്ട. ഇന്ദു വിചാരിച്ചു തന്നെ നടക്കും. അമ്മേ, ദേ അമ്മ വിചാരിച്ചത് നടക്കും. പിന്നെ അതെങ്ങനെയാ എന്താന്നൊക്കെ ചോദിച്ച് എന്നെ വിഷമിപ്പിക്കരുത്. ജസ്റ്റ് ഒരു 4 ദിവസം. 4 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം വ്യക്തമായി മനസ്സിലായിക്കോളും. ഓക്കെ? അതിരിക്കട്ടെ, ജാനകി എവിടെ പോയി കിടക്കുക? ജാനകി, ജാനകി, ഇനി നിനക്കെന്താ? എനിക്കെന്തൊക്കെയോ പന്തികേട് തോന്നുന്നു ദേവട്ടാ. അതെന്താടാ, എന്നോട് പറയേ. ദേവേട്ടന് ജാനകി ചേച്ചിയോട് ഇഷ്ടം തോന്നി തുടങ്ങിയെന്ന് തോന്നുന്നു. ഒന്ന് പോടാ ദേവട്ടാ. ജാനകി, പോടാ. ജാനകി ചേച്ചിയോട് ഇഷ്ടം തോന്നി തുടങ്ങിയ പിന്നെ വൈദേഹി ചേച്ചിയുടെ അവസ്ഥ എന്താവും? വൈദേഹി ചേച്ചിയെ ചതിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ദേവേട്ടൻ എന്തോ പറ്റിയിട്ടുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിക്കണം. ദേവട്ടാ. അമ്മേ, ദേവനാകെ കൺഫ്യൂസ്ഡ് ആക്കിയല്ലോ. എനിക്കിപ്പോ യാതൊരു കൺഫ്യൂഷനും ഇല്ല. ജാനകി ദേവന് ഇഷ്ടായി തുടങ്ങി. വൈദേഹിയുടെ കാര്യമൊക്കെ മാറ്റിവെച്ച് എനിക്ക് ജാനകിയുടെയും ദേവന്റെ കല്യാണം നടത്തി കൊടുക്കണം. ഇതിനെ കുറിച്ച് എനിക്കൊന്ന് ജാനകിയോട് സംസാരിക്കണം. എന്നിട്ട് കല്യാണത്തിന് മുഹൂർത്തം കുറിക്കണ്ടേ? ജാനകി, ജാനകി. എന്തു അമ്മേ? എന്തു അമ്മയ്ക്ക് ഒരു കൺഫ്യൂഷനും ഇല്ല? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? പെട്ടെന്നെന്താ ദേവന് ജാനകിയോട് എന്തോ ഉണ്ട്. നോക്കട്ടെ, എനിക്കൊരു കുന്തവും മനസ്സിലായില്ല. മാളവിക ഉണ്ടായിരുന്നിടത്തോളം അവളാണോ ഞാനാണോ അനന്തരവളെന്ന് എല്ലാവരുടെ മനസ്സിലും ഒരു സംശയം ഉണ്ടായിരുന്നു. ഇപ്പൊ മാളവിക പോയതോടുകൂടി ഞാനാണ് അനന്തരവളെന്ന് അവർ ഉറപ്പിച്ചു പറയുമ്പോ തെറ്റ് ചെയ്യണമെന്ന് തോന്നിപ്പോന്നു.
വല്ലാത്ത കുറ്റബോധം ഉണ്ടാവുന്ന അച്ഛ. നീ ആരെയും കളിപ്പിക്കുന്നില്ലല്ലോ മോളെ. നിന്റെ ജീവനും ജീവിതവും രക്ഷിക്കാൻ വേണ്ടി അനന്തരവിളെന്ന തെരശ്ശീലയ്ക്ക് പിന്നിൽ നിൽക്കുന്നേ ഉള്ളൂ. എന്നാലും ഇപ്പൊ ദേവേട്ടന്റെ അമ്മ ഞാനാണ് അനന്തരവളെന്ന് വിശ്വസിച്ച് എന്റെ ഭർത്താവിനൊപ്പം എന്റെ കല്യാണം നടത്താൻ തീരുമാനിച്ചിരിക്കാം. എന്നാലും ഇപ്പോഴും വൈദേഹി അനാഥയാണെന്നുള്ള പറച്ചിലിനൊരു കുറവുമില്ല. മറുവശത്താണെങ്കിൽ ദേവേട്ടൻ എനിക്ക് വേണ്ടി പെടുന്ന പെടാപ്പാട് ഇതെല്ലാം കാണുമ്പോ ഞാനാണ് വൈദേഹി എന്ന് പറഞ്ഞാലൊന്ന് തോന്നിപ്പോവാ. എന്ത്? ഈ ജാനകി വൈദേഹിയാന്ന? മുഖം എങ്ങനെ? അങ്ങനെ ഒരു മണ്ടത്തരം കാണിച്ചേക്കല്ലേ. ഭാഗ്യം കൊണ്ട് മാത്രമാ നിന്റെ ജീവനെടുക്കാൻ നടക്കുന്നവരുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെട്ടത്. ആ അപകടത്തിന് ശേഷം നിന്റെ രൂപം മാറിപ്പോയത് കൊണ്ട് നീ ജീവനോടെയുള്ള കാര്യം ഇതുവരെ ആർക്കും അറിയില്ല. അതറിയാത്തിടത്തോളം നീ രക്ഷപ്പെട്ടു. ശരി, അപകടം പറ്റിയപ്പോ മുഖം ചതഞ്ഞു പോയതാ. ഇപ്പൊ കിട്ടിയ പുതിയ മുഖല്ലേ. ഈ ജാനകിയോട് എന്റെ മോൻ എന്താ ഇത്ര സ്നേഹമെന്ന് ഞാൻ ചിന്തിച്ചതാ. അപ്പൊ ഇതായിരുന്നോ കാരണം? ഇതാ മൂദേവി വൈദേഹിയാ? ഇത്രയും വലിയ രഹസ്യം ഇരുചെവി അറിയാതെ സൂക്ഷിച്ചിരിക്കുകയായിരുന്നോ? ഈ രഹസ്യം ഇതുപോലെ തന്നെ ഇരിക്കട്ടെ. പ്രത്യേകിച്ചും നിന്റെ അച്ഛനും അമ്മയും ആരാണെന്ന് കണ്ടുപിടിക്കുന്നതുവരെ. എന്നാൽ മാത്രമല്ലേ നീ അനാഥയല്ലെന്ന് മനസ്സിലാക്കി നിന്റെ അമ്മായിയമ്മയ്ക്ക് നിന്നെ സ്വീകരിക്കാനാവൂ. അതീ ജന്മം നടക്കാൻ പോകുന്നില്ലടാ. വൈദേഹി ദശരഥരാമോർമ്മയുടെ അനന്തരവളാന്നത് എനിക്ക് മാത്രം അറിയാവുന്ന രഹസ്യവാ. ജീവൻ പോയാലും ഞാനത് പുറത്തു പറയില്ല. അതറിയാത്തടത്തോളം ഇവള് വൈദേഹിയാന്നും ആരും അറിയില്ല. അപ്പോ ഒരിക്കലും അവരുടെ വീട്ടിൽ കയറാതെ ഇവളിങ്ങനെ തെണ്ടി നടന്നോളും.